ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വർണ്ണക്കാഴ്ചകളിലേക്ക് സ്വാഗതം. നാളത്തെ കഥയുടെ റിവ്യൂ ഒക്കെ കേട്ടിട്ട് ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നാളത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ ശങ്കരൻ മാമൻ ശിവനോട് പറയാണ്, എൻ്റെ മകളാണെങ്കിൽ എനിക്ക് വേണ്ടി എൻ്റെ മരുമകൻ്റെ കയ്യിൽ ഫുഡ് കൊടുത്തു വിട്ടിരിക്കുന്നു. എനിക്കാണെന്നറിയാതെയാണ് കൊടുത്തു വിട്ടിരിക്കുന്നത്. നിന്നെപ്പോലെ ഒരു മരുമകനെ അതുപോലെ ഒരു അനന്തരവനെയും കിട്ടിയ ഞാൻ ഒത്തിരി ഭാഗ്യവാനാണെന്നൊക്കെ പറയുകയാണ്. ശങ്കരമാമനാണെങ്കിൽ കരഞ്ഞുകൊണ്ടാണ് ആഹാരം കഴിക്കുന്നത്. ആ സമയത്ത് ശിവൻ പറയുന്നുണ്ട് എല്ലാം ശരിയാകുമെന്ന്. ശങ്കരമാമനും അപ്പോൾ പറയുന്നുണ്ട് എനിക്കും ഇപ്പോൾ വിശ്വാസമുണ്ട് എല്ലാം ശരിയാകുമെന്ന കാര്യത്തിൽ. തമ്പി മുതലാളിയുടെ പണം തിരിച്ചു കൊടുക്കാൻ വേണ്ടി ശിവൻ ഒരു സൊല്യൂഷൻ പറയുകയാണ്. സ്ത്രീധനമായിട്ടുള്ള സ്വർണം വിറ്റിട്ടാണെങ്കിൽ പണം കൊടുക്കാമെന്ന് അമ്മാമ്മയോട് പറയുന്നു. ശങ്കരമാമനാണെങ്കിൽ അതിന് സമ്മതിക്കുന്നില്ല. ശങ്കരമാമൻ പറയാണ് അത് ഞാൻ നിനക്ക് തന്ന സ്ത്രീധനമാണെന്ന്. ശിവൻ പറയണ അമ്മാമ്മയാണെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് തന്ന അമ്മാമ്മയുടെ മകള് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്ത്രീധനമെന്ന്. എൻ്റെ ഭാര്യയുടെ അച്ഛനും അമ്മയും തെരുവിലേക്ക് ഇറക്കിയ സ്വർണം എനിക്ക് സ്ത്രീധനമായിട്ട് വേണ്ട എന്ന് ശിവൻ പറയുകയാണ്. ശിവന്റെ വാക്കുകൾ കേട്ടിട്ട് ശങ്കരമാമനാണെങ്കിൽ മനസ്സില്ലാ മനസ്സോടെ ശിവന്റെ വാക്കുകൾക്ക് സമ്മതം മൂളുകയാണ്. ശരിക്കും ശിവനെ ഓർത്ത് ശങ്കരമാമനാണെങ്കിൽ അഭിമാനിക്കുകയാണ്. അതേസമയം അഞ്ജലിയുടെ അമ്മയെ കാണാൻ വേണ്ടിയാണെങ്കിൽ ജയന്തി ചെല്ലുകയാണ്. ജയന്തിയാണെങ്കിൽ അഞ്ജലിയുടെ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ജയന്തിക്കാണെങ്കിൽ താൻ ചെയ്ത തെറ്റിൽ കുറച്ച് കുറ്റബോധമൊക്കെ തോന്നുന്നുണ്ട്. അതേസമയം ബാലനാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് പറയുകയാണ് ശിവനാണെങ്കിൽ ഇന്ന് കടയിൽ വന്നിട്ടേ ഇല്ല എന്ന്. ഹരി അപ്പോൾ പറയുന്നുണ്ട് രാവിലെ ശങ്കരമാമനെ കൂട്ടിയിട്ട് സ്കൂട്ടറിൽ പോകുന്നത് കണ്ടെന്ന്. ബാലേട്ടൻ്റെ ഹരിയേട്ടൻ്റെ സംസാരമൊക്കെ കേട്ടിട്ട് അഞ്ജലിക്കാണെങ്കിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഇതൊക്കെയാണ് നാളത്തെ കഥയുടെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്